ഹായ് ഡിയേഴ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നുണ്ടല്ലോ ചോറിന് മാത്രമല്ല ദോശയോ ഇഡ്ഡലിയോ ചപ്പാത്തിയോ അങ്ങനെ ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയാലോ. ഇനിയിപ്പോൾ ചോറിന് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കറി വീട്ടിലുണ്ടാക്കുന്ന ദിവസം ചോറിൻ്റെ കൂട്ടത്തിൽ വേറെ ഉപ്പേരിയോ ചമ്മന്തിയോ അച്ചാറോ അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു ഐറ്റം മാത്രം മതി ചോറ് കാലിയായി കിട്ടാൻ. സംഭവം വേറൊന്നുമല്ല കേട്ടോ, എണ്ണക്കത്തിരിക്കയാണേ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു കറി. ആ വഴുതനയും കൂട്ടത്തിൽ കുറച്ച് കറിയും കൂടെ ഒഴിച്ച് ചോറിന്റെ കൂട്ടത്തിൽ കുഴച്ച് കഴിക്കാനുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതിലെ മെയിൻ ഐറ്റം വഴുതന തന്നെയാണല്ലോ. മുഴുവനായിട്ട് തന്നെ ഇടുന്നത് കൊണ്ട് ചെറുത് തന്നെയായിരിക്കും നല്ലത്. വഴുതന നന്നായി വൃത്തിയിൽ കഴുകിയെടുത്തിട്ട് ദാ ഇപ്പം ഈ കാണുന്നത് പോലെ 4 കഷ്ണമായിട്ട് മുറിച്ചെടുക്കുന്നുണ്ടേ. 4 കഷ്ണമായിട്ട് മുറിച്ചെടുക്കുകയല്ല, മുഴുവനായിട്ടുള്ളതിനെ തന്നെ ഇങ്ങനെ 4 പീസായി മുറിച്ച് വെക്കുന്നുണ്ട്. വഴുതനയിൽ കേട് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ടല്ലോ, അതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനും പിന്നെ ഇതിനകത്തേക്ക് മസാലയും സംഭവങ്ങളെല്ലാം നന്നായി പിടിച്ചു വരാനുമായിട്ടാണ് കേട്ടോ ഇതുപോലെ മുറിച്ചെടുക്കണത്. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. ഈ കറി ഉണ്ടാക്കാനായിട്ട് വേറെ ഏത് എണ്ണയേക്കാളും നല്ലെണ്ണ തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. ഇനിയിപ്പോൾ നല്ലെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ കടുക് പൊട്ടിക്കാനൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഈ വഴുതന എണ്ണയിൽ കിടന്ന് തന്നെ നന്നായി ഫ്രൈ ആയി വരണമല്ലോ. ഏകദേശം ഒരു പകുതി ആയപ്പോൾ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിരുന്നു കേട്ടോ. ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴുതന നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോൾ അതിനെതാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ടേ. ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം എണ്ണ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പകുതി എടുത്ത് മാറ്റാം കേട്ടോ. നമ്മളിപ്പോൾ പകുതി എടുത്ത് മാറ്റിയതിന് ശേഷമാണ് അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ചെറിയ ജീരകവും കുരുമുളകും 2-3 കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ചെറുതായതുകൊണ്ട് തന്നെ 8-10ഓളം വെളുത്തുള്ളി അല്ലിയും 5-6 ചെറിയുള്ളിയും പിന്നെ ഒരു സവാളയുടെ പകുതി ഭാഗവും കറിവേപ്പിലയും കൂടെ ചേർത്ത് ദാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ. അത് ആവശ്യത്തിനൊന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ നമ്മൾ ഇന്നിപ്പോൾ ഏകദേശം 2 പിടി അളവിലാണ് കേട്ടോ എടുത്തത്. 3-4 മിനിറ്റ് സമയം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേനും തേങ്ങ ചുരുങ്ങി കളറെല്ലാം ചേഞ്ചായി, അതായത് ഈ പച്ചമണെല്ലാം പോയിട്ട് വറുത്ത പോലെ വരുമല്ലോ. ഈ സമയത്ത് ഇനി ചെറിയ സൈസിലുള്ള ഒരു തക്കാളി മുറിച്ചെടുത്തത് കൂടെ ചേർക്കുന്നുണ്ടേ. 3-4 മിനിറ്റ് സമയം തന്നെ വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേനും തക്കാളിയുടെ പച്ചമണെല്ലാം പോയി ആവശ്യത്തിന് കുക്കായി എല്ലാം കൂടെ നന്നായിട്ട് ചുരുങ്ങി ദാ ഈ ഒരു പരുവത്തിൽ വരുമല്ലോ. ഈ സമയത്ത് ഇനി ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചൂടാറി വരുമ്പോൾ ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കാനാണേ. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വഴുതന ഫ്രൈ ചെയ്തപ്പോൾ പകുതി എണ്ണ മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഒഴിക്കുന്നുണ്ട്. അത് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൽ നല്ലെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിക്കേണ്ടത്. എണ്ണ ചൂടായി വന്നപ്പോൾ കടുകിൻ്റെ കൂട്ടത്തിൽ ഉലുവയും ചേർക്കുന്നുണ്ടേ. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും 8-10ഓളം വെളുത്തുള്ളി അല്ലിയും അതേപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ തന്നെ നമ്മൾ നേരത്തെ പകുതി സവാളയാണല്ലോ ഇട്ടിരുന്നത്, ബാക്കി പകുതി സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചെറിയ സൈസ് ആയതുകൊണ്ട് നമ്മളിവിടെ മുഴുവനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കറിയുടെ കൂട്ടത്തിൽ കഴിക്കാൻ ഇവിടെ ഇഷ്ടമുള്ളത് കൊണ്ട് കൂടിയാണ് കേട്ടോ. മുറിച്ച് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും ചേർക്കാം. അതെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെയും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. പിന്നെ അതിലേക്ക് ചേർത്തത് പുളിവെള്ളമാണ് കേട്ടോ. അതുകൂടെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് ദാ പിന്നെ കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. കായപ്പൊടി നേരത്തെ പൊടികളുടെ കൂട്ടത്തിൽ ചേർക്കേണ്ടതാണ്, നമ്മളത് വിട്ടുപോയത് കൊണ്ട് ഇപ്പം ചേർത്തുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുരുമുളക് കൂടെ ചേർത്തിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചേർക്കാനായിട്ട്. നമ്മളിവിടെ കാശ്മീർ ചില്ലി പൗഡർ ആയതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പുളിയുടെ കൂടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ പുളിയുടെ പച്ചമണം പോകുന്നത് വരെയും ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മളിതാ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയുണ്ടല്ലോ, അത് അരച്ചെടുത്ത അരപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടിതാ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഈ ഒരു കറി ഒരുപാട് ലൂസിലല്ലാതെ കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെയാണ് കേട്ടോ നല്ലത്. എന്നാലും ഒന്നുകൂടെ ഒന്ന് തിളച്ച് കുറുകി വരുമല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് തിളച്ച് സെറ്റായി വരാനായി ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചേ.
2-3 മിനിറ്റ് സമയം അടച്ചു വെച്ച് തുറക്കുമ്പോഴത്തേനും തന്നെ എല്ലാം കൂടെ നന്നായി തിളച്ച് സെറ്റായി വരുമല്ലോ. ഈ സമയത്ത് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മളുടെ മെയിൻ സംഭവമായിട്ടുള്ള വഴുതന ഉണ്ടല്ലോ, അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അത് ഇളക്കുന്ന സമയത്ത് വഴുതന ഉടഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ആവശ്യത്തിന് ഫ്രൈ ആയി വെന്ത് വന്നിട്ടുണ്ടല്ലോ. മാത്രമല്ല നമ്മളത് നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് ഇളക്കുന്ന സമയത്ത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും 2 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ചേ. വഴുതന നമ്മൾ ഫ്രൈ ചെയ്താണല്ലോ ചേർത്തത്, അപ്പം തന്നെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. തേങ്ങയാണെന്നുണ്ടെങ്കിലും വറുത്തെടുത്തിട്ടാണല്ലോ അരച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് സെറ്റായി വരാനായി 2 മിനിറ്റ് സമയം മാത്രമാണ് അടച്ചു വെച്ചത്. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒന്ന് ഒഴിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റിൽ തന്നെയുള്ള എണ്ണ കത്തിരിക്ക റെഡി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.